ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പാനിപൂരി ഉണ്ടാക്കിയാലോ. ഇത് ആച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പാനിപൂരി കിറ്റാണ്. ഇതിനകത്ത് 45 റുപ്പീസാണ് വരുന്നത്. 24 പാനിപൂരീസാണ് ഇതിനകത്ത് നമുക്ക് സെർവ് ചെയ്യാനായി സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യണം ആദ്യം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. സോ ഇത് പൊട്ടിക്കുമ്പോൾ ഇതിനകത്തുള്ളത് 1 2 ഇതിനകത്ത് 2 പാക്കറ്റായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, 2 പാക്കറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് സീസണിങ് ഫോർ മാഷ്ഡ് പൊട്ടറ്റോ, അതിന് വേണ്ടിയിട്ടുള്ള പൗഡറാണിത്. നെക്സ്റ്റ് മിൻറ്റ് പൗഡറാണ് ഇതിനകത്തുള്ളത്, പാനിപൂരി മിൻറ്റ് പൗഡർ. ഇതാണ് സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്നി. ദെൻ ഈ ഒരു പാക്കറ്റ്, ഇതിലാണ് നമ്മുടെ പാറ്റീസ് ഇരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് 2 സബോള നന്നാക്കാം. വളരെ കനം കുറച്ച് വേണം നമുക്ക് തരിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സബോള റെഡി. പൊട്ടറ്റോ തിളച്ച് മറിയുന്നുണ്ട്. ഇത് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ഇതാണ് അതിനകത്തുള്ള പാറ്റീസ്. ഒരു പാത്രത്തിലേക്ക് നമ്മളിതാണ് ഒരു അല്പം ഓയിൽ നമ്മളതിലേക്ക് ആക്കുന്നുണ്ട്. നൗ ജസ്റ്റ് മിക്സിങ് വിത്ത് മൈ ഹാൻഡ് ഇറ്റ്സെൽഫ്. നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒരു അല്പം മാത്രം ഓയിലിലേക്ക് ആക്കി ഇത് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കാണ്. സോ ഐ എം പ്രീ ഹീറ്റിംഗ് മൈ എയർ ഫ്രയർ. ഒരു 5 മിനിറ്റ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് മിൻറ്റ് പാനി ഉണ്ടാക്കാം. അതിന് ഇതിനകത്തേക്ക് 250 ml വാട്ടർ ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് 250 ml വാട്ടർ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഇനി ഈ പൗഡർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. പാനിയുടെ മണക്കൊപ്പ് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാനിയുടെ കറക്റ്റ് സ്മെല്ല് കിട്ടുന്നുണ്ട് ഇപ്പോൾ. സോ ഇവിടെ പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ യു ആർ ഓപ്പണിങ് ഇറ്റ്. ഇനി ഇതിനകത്തേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. സോ നമ്മളൊരു 3 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 6 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് മുമ്പ് നമുക്ക് നോക്കാം. 185 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മുടെ കിഴങ്ങ് വെട്ടി തിളയ്ക്കുന്നുണ്ട്. സോ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാ, ഇതൊക്കെ ഒന്നുകൂടി ആവാനുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് കൂടി വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതിനകത്തേക്ക് പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്നി. അപ്പോൾ ഇതൊരു 30 ഉണ്ട്. അപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. അയ്യോ, ഇതുപോലെ ആയിട്ടുണ്ട് സാധനം. അപ്പോൾ നമ്മുടെ കിഴങ്ങ് പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും സബോളയും തമ്മിൽ നമുക്ക് മിക്സ് ആക്കണം.
അപ്പോൾ ഇത് വീണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്ര അങ്ങോട്ട് ഒരു എയിം ആയില്ല, കണ്ടോ. ശരിക്കും അങ്ങ് വേർത്തൊന്നും പറയാൻ പറ്റില്ല. ചിലതൊക്കെ പക്ഷെ നല്ല രീതിയിൽ വന്നിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ സീസണിങ് നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. സീസണിങ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നൗ ഇറ്റ്സ് റെഡി. നമ്മൾ പൊട്ടിച്ചു. ഇനി ഇതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യുക. നമ്മളിതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, മാറ്റുന്നു. അതിലേക്ക് നമ്മൾ ഈ പാനി ഒഴിക്കുന്നു. നെക്സ്റ്റ് നമ്മളതിലേക്ക് ഈ ടാമറിൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. നമ്മുടെ പാനിപൂരി നമ്മൾ ഉണ്ടാക്കിയത്. കൊള്ളാം. ആ എണ്ണ നമ്മൾ ആ പാറ്റീസിൽ തേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത് നല്ലപോലെ വിരിഞ്ഞു വരാതിരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.